ഈ കത്തിരിക്ക വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലത്തെ നല്ല അടിപൊളി കറികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിടെ കേട്ടോ ഞാൻ അറിഞ്ഞത്. കത്തിരിക്ക മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് കിഴങ്ങുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, അതുപോലെ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് അരിഞ്ഞിട്ട് അതിൽ മതി 1 ടേബിൾ സ്പൂൺ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുത്തിട്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ അതും കുറച്ച് വേണേ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വറുത്തേച്ച് ഈ ഒരു മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണേ വെള്ളം ഒഴിക്കാവുള്ളേ. അതൊഴിച്ച് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം ചെറിയ തീയിലിട്ടിട്ട്. എന്നിട്ട് ഇതൊരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തേ. എന്നിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. കത്തിരിക്കയ്ക്ക് പിന്നെ ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുവേ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടും കൂടെ എടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിലും നല്ലതാണ്. അതുപോലെ ചപ്പാത്തിയോ പാലപ്പോ എല്ലാത്തിൻ്റെയും കൂടെ കിടു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യണേ.